ഇന്ന് നമുക്കൊരു ചിക്കൻ തോരൻ്റെ റെസിപ്പി നോക്കാം. അതിനായി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കാം. വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10-15 കൊച്ചുള്ളിയും എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാടങ്ങ് വഴറ്റണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. സവാള വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ചിക്കനാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ചിക്കൻ മൂടി വെച്ച് 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിൽ ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതേ സമയത്ത് നമുക്കിവിടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ നമുക്കിവിടെ 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ. താങ്ക്